കന്നി രാശിക്കാർക്ക് ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു ജനുവരി മാസം എങ്ങനെയുണ്ട് നോക്കാം. നമുക്കറിയാം ഉത്തരമുക്കാൽ അത്തം ചിത്ര അരട് അടങ്ങുന്ന 2 നക്ഷത്രമാണ് കന്നി രാശി എന്ന് പറയും അല്ലെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും സന്തോഷിക്കാവുന്ന ഒരു മാസമാണ് ജനുവരി മാസം എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒന്ന് നമ്മുടെ ഗ്രഹനില നോക്കിക്കഴിഞ്ഞാൽ കന്നി രാശിയെ സംബന്ധിച്ച് നോക്കാം. നമ്മുടെ 4ാം ഭാവത്തിലാണ് സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ അല്ല, ഈ 4 ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ 7ാം ഭാവത്തില് എന്താണ്? ശനി. 10ല് വ്യാഴം. 10ലെ വ്യാഴം 2ലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ജനുവരിക്ക് പകുതിക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ട? 4ൽ നിന്നും 5ലേക്ക് എന്ത് ചെയ്യേണ്ട? ഗ്രഹങ്ങളിലെല്ലാം രാശി മാറുന്നുണ്ട്. ആരൊക്കെ? സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ. പിന്നെ 4 വരും. സോ ഇവിടെ നമ്മൾ മീൻ ചെയ്യുമ്പോൾ നമുക്കൊരു ശരിക്കും കേന്ദ്ര ത്രികോണങ്ങളിലൂടെ ഗ്രഹങ്ങളെല്ലാം നിൽക്കുകയും നമുക്ക് അനുകൂലമായി വരുന്ന സാഹചര്യം നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് ശരിക്കും നല്ലൊരു മാസമായിട്ട് നമുക്ക് എടുത്തു പറയാം കന്നി രാശിക്കാർക്ക് ഈ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത്. സോ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്തോണം. ഈ മാസം എന്ന് പറയുന്നത് അനുസരിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ നീക്കണം. എന്നാൽ മാത്രം നമുക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. നല്ല മാസങ്ങൾ വരുമ്പോൾ എപ്പോഴും പറഞ്ഞതാണ്, കറക്റ്റ് ടൈം വരുമ്പോൾ നമ്മൾ ക്രിയ ചെയ്തില്ലെങ്കിൽ, നല്ല സമയം കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ പാടായിരിക്കും. സോ നല്ല സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോശം സമയത്ത് നമുക്കത് ഉപകാരപ്പെടും. സോ ആ കാര്യങ്ങളെ ശ്രദ്ധിക്കാം. തൊഴിൽ സംബന്ധമായിട്ട് ചിന്തിച്ചു കഴിയുമ്പോൾ തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ തൊഴിൽ കിട്ടാനുള്ള യോഗം, തൊഴിൽ പ്രൊമോഷൻ കിട്ടാനുള്ള യോഗം, ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നവർക്ക് അത് അനുകൂലമായിട്ട് നടത്താവുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് ഒരു സ്ഥലം വാങ്ങണം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണം, ഇതിനൊക്കെ നമുക്ക് അനുകൂലമായിട്ട് കാണുന്ന സമയം തന്നെയാണ്. നമുക്ക് നല്ല രീതിയിലൊരു സാമ്പത്തിക വരവ് നമുക്ക് പ്രതീക്ഷിക്കാം, സാമ്പത്തിക ചെലവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ് ഈ ഒരു 2026 ജനുവരി മാസം എന്ന് പറയാം.